യൂട്യൂബ് ചാനൽ എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു പാറ്റേണാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കരുത്. ആവർത്തിച്ച് എന്നെ പോലെ ആമ എഴയണ പോലെ കിട്ടിയത് ഏതിനാണ്. ആ സമയം നിങ്ങളെ പർട്ടിക്കുലർ ടൈമായിട്ട് എടുത്ത് നിങ്ങളെ ഷോർട്സ് അപ്ലോഡ് ആക്കി നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായി. പിന്നെ എന്റെ കുറെ കൂട്ടുകാർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ ആദ്യമായിട്ട് ക്യാമറയായിട്ട് ഫേസ് ടു ഫേസിൽ നിന്ന് അപ്പൊ നിനക്ക് നാണോ ഒന്നും തോന്നും. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പിന്നെ ആരെയും ഒന്നും നോക്കണ്ട. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലുമായി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിങ്ങോ ക്ലീനിങ്ങോ ഗാർഡനിങ്ങോ ഒന്നുമല്ല നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത്. കുട്ടിയൊരു ഇൻഫർമേഷൻ ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത കുട്ടി മിസ്റ്റേക്കുകൾ ഓരോന്നായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കരുത്. ആവർത്തിച്ച് എന്നെ പോലെ ആമ എഴയണ പോലെ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഗ്രോ ആവുള്ളൂ. അല്ലാതെ സ്പീഡപ്പില് പെർഫെക്റ്റ് ആയിട്ട് ഗ്രോ ആവണമെങ്കിൽ നിങ്ങൾ ഈ തെറ്റുകളൊന്നും ആവർത്തിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായവരായാലും പുതുതായി ഒന്ന് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലുമായി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ കുട്ടി മിസ്റ്റേക്കുകൾ ഓരോന്നായിട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ ഡാഡി ടോക്സ്. ഞാൻ നിങ്ങളെ സ്വന്തം ദേവു. അപ്പോൾ എനിക്ക് പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു തരാം. യൂട്യൂബ് ചാനൽ എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു പാറ്റേണാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നിങ്ങൾ കൃത്യ ദിവസം എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ഷോർട്സ് വീതം അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ എനിക്ക് പറ്റിയ ഒന്നാമത്തെ മിസ്റ്റേക്ക് അതാണ്. 2024 ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് ഇടാറില്ലായിരുന്നു. മടി പിടിച്ച് വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഞാൻ ഷോർട്സ് ഇടുള്ളായിരുന്നു. നിങ്ങൾ ഒരിക്കലും ആ ഒരു തെറ്റ് ചെയ്യരുത്. നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ഷോർട്സ് ഇട്ടാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവും. യൂട്യൂബേഴ്സ് എങ്ങനെയെന്ന് വെച്ചാൽ കൃത്യമായി എല്ലാ ദിവസവും ഓരോ ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. എല്ലാ ദിവസവും ഓരോ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് തുടക്കം മുതൽ നിന്ന് യൂട്യൂബ് അതിനൊത്ത ജെനുവിനായിട്ട് നിങ്ങളെ കൂടെ തന്നെ നിൽക്കും. എന്നാൽ നിങ്ങൾ ആദ്യമേ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ യൂട്യൂബും വിചാരിക്കും മടി പിടിച്ച് ഇങ്ങനെ അങ്ങ് പോട്ട് എന്നേ കരുതുക. ഞാൻ ആഴ്ച എല്ലാ ദിവസവും യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു വ്യൂസും കിട്ടി, നല്ല സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്, നിങ്ങൾ ഷോർട്സ് എല്ലാ ദിവസവും ഇടണം. എല്ലാ ദിവസവും ഇട്ടാൽ മാത്രമേ നമ്മളെ യൂട്യൂബ് ചാനലിൽ പുതിയ സബ്സ്ക്രൈബർ ഉണ്ടാവുകയുള്ളൂ. അതേ കണക്ക് നമുക്ക് വ്യൂസ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. വീഡിയോസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്സ് ആണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാരായാലും അവർക്ക് ഏതാണ് പെർഫെക്റ്റ് ടൈം എന്ന് അറിയില്ലായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു 10 ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അതും വ്യത്യസ്തമായ സമയങ്ങളിൽ 10 സമയങ്ങളിലായിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുക. ആ പബ്ലിഷ് ചെയ്യണതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഏത് സമയത്തിനാണ് കിട്ടുന്നത് ആ സമയം നിങ്ങൾ പർട്ടിക്കുലർ ടൈമായിട്ട് എടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ ഷോർട്സ് നിങ്ങളൊരു 9:42 പബ്ലിഷ് ചെയ്തെന്ന് വിചാരിക്കാം. അടുത്ത ഷോർട്സ് നിങ്ങളൊരു 9:54 55 പബ്ലിഷ് ചെയ്യുക. അങ്ങനെ 10 സമയങ്ങളായിട്ട് എടുത്ത് 10 ഡിഫറൻറ്റ് സമയങ്ങളിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏതിനാണ്. ആ സമയം നിങ്ങളെ പർട്ടിക്കുലർ ടൈമായിട്ട് എടുത്ത് നിങ്ങളെ ഷോർട്സ് അപ്ലോഡ് ആക്കി നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായിട്ടും നല്ലൊരു ഡബിൾ വ്യൂസ് തന്നെ കിട്ടും. അതേപോലെ സബ്സ്ക്രൈബേഴ്സും കിട്ടും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യത്തെ പോയിന്റ് എന്തിനെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തത് കൃത്യസമയത്ത് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ സബ്സ്ക്രൈബർ ആവാതെ നിങ്ങൾ ഒരിക്കലും ലോങ് വീഡിയോ പബ്ലിഷ് ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളെ യൂട്യൂബ് ചാനലില് ഷോർട്സ് എല്ലാവരും കാണും. അതേപോലെ ലോങ് വീഡിയോ എല്ലാവരും ഒന്നും കാണൂല. നമ്മളെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത പേര് മാത്രമേ നമ്മളെ ലോങ് വീഡിയോ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോയിൽ വ്യൂസ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്
ഏകദേശം 1000 സബ്സ്ക്രൈബർ ആവാതെ നിങ്ങൾ ലോങ് വീഡിയോ ഒരിക്കലും പബ്ലിഷ് ചെയ്യരുത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഞാനെന്ന് വെച്ചാൽ ഒരു 300 സബ് ആയപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ലോങ് വീഡിയോ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. ആ ലോങ് വീഡിയോ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയം മുതലാണ് 1 വർഷത്തേക്കാണ് യൂട്യൂബ് 4000 വാച്ചിങ് അവർ ആവണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1000 സബ് ആവാതെ നിങ്ങൾ ഒരിക്കലും ലോങ് വീഡിയോ പബ്ലിഷ് ചെയ്യരുത്. 1000 സബ് ആവുമ്പോൾ തന്നെ നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണം 400 500 വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുതുതായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ചിന്തിച്ചോളണം. ഞാൻ ആദ്യമായിട്ട് ലോങ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിനെനിക്ക് കിട്ടിയ വ്യൂസ് എന്ന് വെച്ചോ ഒരു 150 ഒക്കെ കിട്ടിയുള്ളൂ. 300 സബ്ബായിരുന്നു, അപ്പോൾ 150 ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാ 3ാമത്തെ പോയിന്റാണ്. ഇനി 4ാമത്തെ പോയിന്റ്. 4ാമത്തെ പോയിന്റ് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം എന്താണെന്നാണ് ചെയ്യുന്നത്, നമ്മളെ റിലേറ്റീവിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ ഒരു കുട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സബ് ചെയ്യണമേ എന്ന് നമ്മൾ പറയും. അത് കണക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയും, നൈബേഴ്സിൻ്റെ അടുത്ത് പറയും. അവരൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മളെ മുന്നിൽ വെച്ച് ചിലപ്പോൾ സബ് ചെയ്യും. അല്ലെങ്കിൽ അവർ പറയും, ഞാൻ സബ് ചെയ്തേക്കാം എന്ന് പറയും. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ജെന്യുവിൻ ആയിട്ടുള്ളവരായിരിക്കൂല. നമ്മൾ ലോങ് വീഡിയോ ഇടുമ്പോഴത്തേക്കും അവരതിൻ്റെ ഒരു അംശം മാത്രമേ കാണുള്ളൂ, അല്ലാതെ അവർ മുഴുവനായിട്ട് കാണില്ല. പക്ഷെ നമ്മുടെ ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മളെ ലോങ് വീഡിയോ കാണുകയും അവർ കമന്റ് ഇടുകയും അല്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും അവർ നമുക്കായിട്ട് സെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ളവരെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളെ ചാനൽ ഗ്രോ ആവുകയും നമുക്ക് അതിൽ നിന്നൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുകയും 4000 വാച്ചിങ് അവർ പെട്ടെന്നാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ റിലേറ്റീവ്സിനെ കൊണ്ടും എല്ലാവരെയും കൊണ്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ ഷോർട്സ് ഇട്ട് സബ്സ്ക്രൈബറിനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ഗ്രോ ആവണമെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് വാച്ചിങ് അവറും കിട്ടും, അതിനൊക്കെ നമ്മളെ ലോങ് വീഡിയോസിന് വ്യൂസ് കൂടും. അത് കണക്ക് തന്നെ എൻ്റെ 5ാമത്തെ പോയിന്റ് എന്തിനെന്ന് വെച്ചാൽ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ നമ്മളെ ഓരോ ഷോർട്സിൻ്റെയും വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമ്മളെ യൂട്യൂബിന് അത് സാരമായിട്ട് ബാധിക്കുന്നതാണ്. അല്ലാതെ നമ്മളെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ കിട്ടുന്ന വ്യൂസ് ജെന്യുവിനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് എൻ്റെ 5ാമത്തെ പോയിന്റ്. ഈ 5 പോയിന്റ് നിങ്ങൾ എന്തായാലും മനസ്സിനകത്ത് വെച്ച് നിന്ന് നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഈ 5 പോയിന്റ് ഒരിക്കലും മറക്കാതെ മുന്നോട്ട് പോകുക. പിന്നെ എന്റെ കുറെ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ ആദ്യമായിട്ട് ക്യാമറയായിട്ട് ഫേസ് ടു ഫേസ് നിന്നപ്പോൾ നിനക്ക് നാണമൊന്നും തോന്നിയില്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ നാണമൊക്കെ 2-3 ദിവസത്തേക്കുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജില്ലെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങും. ക്യാമറയായിട്ട് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊക്കെ എല്ലാം അങ്ങ് മാറിക്കോളും. അതും നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ആരെയും ചിന്തിച്ചു അവരെന്ത് വിചാരിക്കും ഇവരെന്തോന്നും നിങ്ങൾ ചിന്തിക്കുകയും ഒന്നും വേണ്ട. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ പിന്നെ ആരെയും ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് മുന്നോട്ട് പോകുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നേ തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഇന്നേ അങ്ങ് തുടങ്ങുക. അതിനു മുമ്പ് ഈ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടിയായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാണ്, ഇതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എന്തായാലും സക്സസ്ഫുൾ ആവാൻ കഴിയും. നല്ലൊരു ഗ്രോത്ത് എന്തായാലും അച്ചീവ്മെന്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ കുട്ടി ടിപ്പുകളും ഓർത്ത് വെച്ചുകൊണ്ട്, എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വക സൂപ്പർ ജേണിയിലോട്ട് ഒരു ബെസ്റ്റ് വിഷസ് എന്ന് നേരുന്നു. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക.